ഒരു കൊടും ക്രിമിനലോ മനസ്സാക്ഷി ഇല്ലാത്തവനോ ആണെങ്കിലും കുറ്റബോധം അവരെ ഒരിക്കൽ വേട്ടയാടാം. ചെയ്തത് തെറ്റായിപ്പോയെന്ന് തോന്നാം, പിന്നീട് പശ്ചാത്തപിക്കാം. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിലെ പ്രതി ചെന്താമരയുടെ ഉള്ളിൽ വെറുപ്പും ദുഷ്ടതയും മാത്രമാണെങ്കിലും അയാളെയും കുറ്റബോധം വേട്ടയാടുന്നുണ്ട്. 2 പെൺകുട്ടികളെ അനാഥരാക്കി അവരുടെ അച്ഛനെയും അമ്മയെയും മുത്തശ്ശിയെയും കൊലപ്പെടുത്തിയത് തെറ്റാണെന്ന് തോന്നുന്നുണ്ട്. ഈ കേസിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ഇപ്പോൾ അയാൾക്ക് യാതൊരു ആഗ്രഹവുമില്ല. അങ്ങനെ മജിസ്ട്രേറ്റിന് മുൻപാകെ രഹസ്യമൊഴി നൽകാൻ എത്തിയതാണ് ചെന്താമര. എന്നാൽ കോടതിയിലെത്തിയതോടെ മനംമാറ്റം. എന്തുകൊണ്ടാണ് അയാൾ രഹസ്യമൊഴി നൽകാതെ മടങ്ങിയത്? ഇതോടൊപ്പം കേരളത്തിലെ ക്യാമ്പസുകളെ ഭീതിയിലാഴ്ത്തുന്ന റാഗിംഗ് പരമ്പരയെക്കുറിച്ചും വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. ആരെ കൊല്ലണമെന്നറിയാതെ അലറി വിളിച്ച് നടന്ന അക്രമി. ചെന്താമര എന്ന പേരു കേട്ടാൽ തന്നെ നാട്ടുകാർക്ക് ഭയമായിരുന്നു. ഒരു ദുസ്വപ്നം പോലെയാണ് പാലക്കാട് പോത്തുണ്ടിയിലെ ജനങ്ങൾ ആ ദുരിത കഥ ഓർക്കുന്നത്. ഇരട്ടക്കൊലപാതകത്തിന് ശേഷം കുറ്റബോധം ലെവലേശമില്ലാതെ ചെന്താമര വീണ്ടും പുറത്തിറങ്ങുമോ എന്ന് അവർ ഭയക്കുന്നുണ്ട്. എന്നാൽ ചെന്താമരയ്ക്ക് എന്തോ ഒരു മനംമാറ്റം. താൻ ചെയ്തത് തെറ്റാണെന്ന് ഏറ്റുപറഞ്ഞ ആ കൊടും കുറ്റവാളി ഈ കേസിൽ നിന്ന് രക്ഷപ്പെടണമെന്നില്ലെന്ന് തുറന്നു പറഞ്ഞാണ് കോടതിയിൽ രഹസ്യമൊഴി നൽകാൻ എത്തിയത്. എന്നാൽ അഭിഭാഷകനെ കണ്ടതോടെ അയാൾ പ്ലേറ്റ് മാറ്റി. കുറ്റസമ്മതമൊഴി നൽകാൻ താൻ തയ്യാറല്ലെന്നായിരുന്നു പിന്നീട് ചെന്താമരയുടെ പ്രതികരണം. ഇക്കഴിഞ്ഞ ജനുവരി 27-നായിരുന്നു പോത്തുണ്ടിയിൽ നാടിനെ നടുക്കിയ ഇരട്ട കൊലപാതകം നടന്നത്. അയൽവാസി കൂടിയായ സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെ ചെന്താമര നിഷ്കരുണം വെട്ടി നുറുക്കി. കൊല്ലപ്പെട്ട സുധാകരന്റെ ഭാര്യ സജിതയെ കഴുത്തറുത്തു കൊന്നതും ഇതേ ചെന്താമര തന്നെ. ഇത്തവണ പിടിക്കപ്പെട്ടപ്പോൾ ചെയ്ത തെറ്റെല്ലാം ഏറ്റുപറയാൻ ചെന്താമര തയ്യാറായി. താൻ ചെയ്തതെല്ലാം തെറ്റായിരുന്നുവെന്നും രക്ഷപ്പെടാൻ ആഗ്രഹമില്ലെന്നുമാണ് രഹസ്യമൊഴി രേഖപ്പെടുത്താൻ എത്തിയപ്പോൾ ഈ കൊടും ക്രിമിനൽ പറഞ്ഞത്. എന്നാൽ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നതിന് മുന്നോടിയായി അഭിഭാഷകനോട് സംസാരിക്കാൻ അവസരം ലഭിച്ചതോടെയാണ് കാര്യങ്ങൾ മാറിമറിഞ്ഞത്. കുറ്റസമ്മതമൊഴി നൽകാൻ തയ്യാറല്ലെന്ന് അഭിഭാഷകനോട് സംസാരിച്ചതിനു ശേഷം ചെന്താമര നിലപാട് മാറ്റി. ചെന്താമര കുറ്റം സമ്മതിച്ചിട്ടില്ലെന്നും ഇതുവരെ പ്രതിക്ക് നിയമോപദേശം ലഭിച്ചിരുന്നില്ലെന്നും അഭിഭാഷകൻ ജേക്കബ് മാത്യു മാധ്യമങ്ങളോട് പറഞ്ഞു. കുറ്റസമ്മതം നടത്തിയാലുള്ള ഭവിഷ്യത്ത് എന്താണെന്ന് താൻ പ്രതിയെ പറഞ്ഞു മനസ്സിലാക്കിയെന്നും പോലീസ് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനനുസരിച്ച് വിചാരണ നേരിടുമെന്നും ജേക്കബ് മാത്യു പ്രതികരിച്ചു. ചെന്താമരയ്ക്ക് ശരിയായ നിയമോപദേശം ആദ്യം ലഭിച്ചിരുന്നില്ല. കുറ്റസമ്മതം നടത്തിയാൽ അതിൻ്റെ ഭവിഷ്യത്തുകൾ എന്താണെന്നുള്ള കാര്യം അദ്ദേഹത്തെ ഞാൻ പറഞ്ഞു ബോധ്യപ്പെടുത്തി. അതിൻ്റെ അടിസ്ഥാനത്തിൽ കുറ്റം സമ്മതിച്ചിട്ടില്ല. ഇനിയുള്ള നടപടി എന്ന് പറയുന്നത് എന്താണ്? ഇനി പോലീസ് അന്വേഷണം പൂർത്തിയാക്കി കോടതിയിൽ കുറ്റപത്രം ഫയൽ ചെയ്തതിനു ശേഷം വിചാരണ നടപടികളായിട്ട് മുന്നോട്ട് പ്രതി അനുവദിക്കുകയാണെങ്കിൽ, പ്രതി എങ്ങനെ ആവശ്യപ്പെടുകയാണെങ്കിൽ പോലീസിന് കൊടുക്കാം. മറ്റു തരത്തിലുള്ള സമ്മർദ്ദങ്ങൾക്ക് സാധ്യതയില്ലെന്നാണ് കരുതുന്നത്. എന്തായാലും ഈ നിയമോപദേശം നേടിയതിനു ശേഷമാണ് അദ്ദേഹം നിലപാട് മാറ്റിയത്. അങ്ങനെയാണ്? അതെ. അദ്ദേഹത്തിന് കുറ്റസമ്മതത്തിൻ്റെ ഭവിഷ്യത്തുകളെക്കുറിച്ച് മുമ്പ് അറിയുമായിരുന്നില്ല. അക്കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തിയ സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഞാൻ കുറ്റം സമ്മതിക്കുന്നില്ല. ചെന്താമരയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് അന്വേഷണ സംഘമാണ് പാലക്കാട് CJM കോടതിയെ സമീപിച്ചത്. അപേക്ഷ പരിഗണിച്ച കോടതി രഹസ്യമൊഴി എടുക്കാൻ ഉത്തരവിട്ടു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ചെന്താമരയെ അന്വേഷണ സംഘം ചിറ്റൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ എത്തിച്ചത്. ഇന്നലെ ചെന്താമരയെ ചിറ്റൂർ കോടതിയിൽ എത്തിച്ചെങ്കിലും പിന്നീട് തിരികെ കൊണ്ടുപോയിരുന്നു. ഒരു ദിവസം വിയ്യൂർ അതീവ സുരക്ഷാ ജയിലിൽ പ്രത്യേക സെല്ലിൽ നിരീക്ഷിച്ച ശേഷം മൊഴി രേഖപ്പെടുത്താമെന്നായിരുന്നു കോടതിയെടുത്ത നിലപാട്. ഭാര്യ പിണങ്ങിപ്പോകാൻ കാരണം അയൽവാസികളായ സജിതയും പുഷ്പയുമാണെന്നായിരുന്നു ചെന്താമരയുടെ വിശ്വാസം. ഇരുവരും കൂടോത്രം നടത്തിയാണ് ഭാര്യ തന്നിൽ നിന്ന് അകലാൻ കാരണമെന്നും ഇയാൾ വിശ്വസിച്ചിരുന്നു. ഇതിന്റെ വൈരാഗ്യത്തിലായിരുന്നു സജിതയെ ചെന്താമര കൊലപ്പെടുത്തിയത്. ഈ കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയായിരുന്നു സുധാകരനെയും ലക്ഷ്മിയെയും ചെന്താമര കൊന്നത്. ഇരട്ടക്കൊലയ്ക്ക് ശേഷം ഇയാൾ കാട്ടിലേക്ക് കടന്നിരുന്നു. 29-ന് പുലർച്ചെയാണ് പ്രതിയെ പോലീസ് പിടികൂടുന്നത്.
ന്യൂസ് 18 പാലക്കാട്. കേരളത്തിലെ പല വീടുകളിലും ഇപ്പോൾ വൃദ്ധ മാതാപിതാക്കൾ തനിച്ചാണ് താമസിക്കുന്നത്. പങ്കാളിയില്ലെങ്കിൽ പൂർണ്ണമായും ഒറ്റപ്പെട്ട ജീവിതം. പിന്നെ വീട്ടുജോലിക്കാരാണ് ആകെയുള്ള ആശ്രയം. എന്നാൽ യാതൊരു മുൻപരിചയവുമില്ലാത്ത വീട്ടുജോലിക്കാരെ എങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കാൻ കഴിയും? ആലപ്പുഴ മാമ്പുഴക്കരിയിൽ വീട്ടമ്മയെ കെട്ടിയിട്ട് സ്വർണവും പണവും കവർന്ന സംഭവത്തെക്കുറിച്ച് അറിയണം. മാമ്പുഴക്കരി സ്വദേശിനി കൃഷ്ണമ്മയെ കെട്ടിയിട്ട് 3.5 പവൻ സ്വർണം, 36,000 രൂപ, ATM കാർഡ് എന്നിവ മോഷ്ടിച്ചു. വീട്ടിൽ സഹായത്തിന് നിന്നിരുന്ന തിരുവനന്തപുരം സ്വദേശിനിയായ യുവതിയെ കാണാത്തത് ദുരൂഹത വർദ്ധിപ്പിക്കുന്നുണ്ട്. ഈ യുവതി ഉൾപ്പെടെ 4 അംഗ സംഘത്തെ കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ അന്വേഷണം. പുലർച്ചെ 2 മണിയോടെയായിരുന്നു സംഭവം. കൃഷ്ണമ്മയുടെ വീടിനുള്ളിൽ പ്രവേശിച്ച 4 അംഗ സംഘം ഇവരെ കെട്ടിയിട്ട ശേഷം 2 വളകളും കമ്മലും ഉൾപ്പെടെ 3.5 പവൻ കവർന്നു. ഈ സമയം വീട്ടിൽ തനിക്കൊപ്പം ഹോം നഴ്സായ പ്രസീതയും ഉണ്ടായിരുന്നതായി കൃഷ്ണമ്മ പോലീസിന് മൊഴി നൽകി. തന്നെ മുറിയിൽ കെട്ടിയിട്ട് സ്വർണം കവർന്ന ശേഷം പ്രസീതയും സംഘം ഉപദ്രവിച്ചതായി ഇവർ രാമങ്കരി പോലീസിനോട് പറഞ്ഞു. അത്താഴം ഉണ്ണാറില്ല. ഞാൻ നേരത്തെ ഒരു 10:30 ആയപ്പോഴത്തേക്ക് കിടന്നു. അവൾ കിടക്കുമ്പോഴത്തേക്ക് ഈ സുഹൃത്തിൻ്റെ കൂടെ ഉണ്ട്. അപ്പുറത്ത് അവൾ കിടക്കാം. ഞാൻ അവളെ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ പറഞ്ഞ കലയെന്ന് അവളുടെ പേര്. ഞാൻ പറഞ്ഞ് കിടന്നുറങ്ങും, ഞാൻ കിടക്കാൻ പോകുന്നില്ല. നേരത്തെ ഞാൻ കയറി കിടന്നു കഴിഞ്ഞു. ഞാനങ്ങ് ഉറങ്ങിപ്പോയി. 2 മണിയായപ്പോഴത്തേക്ക് ഒരു 3-4 പേര് അകത്തോട്ട് കയറി. ഒരാളെന്നെ ഞാൻ ആരോടാന്ന് ചോദിക്കുകയല്ലേ ഒറ്റയടി. അടിയോടുകൂടി എൻ്റെ ബോധം പോയി. ഞാൻ വീണ്ടും കട്ടോട്ട് കിടന്നു. അപ്പോൾ തന്നെ അവർ തോർത്ത് കൊണ്ട് എൻ്റെ കാലും കെട്ടി, എൻ്റെ കൈയും കെട്ടി ഇങ്ങനെ പിടിച്ചിരിക്കുക. ശബ്ദം പോലും വെക്കാൻ പാടില്ല. കാരണം രാത്രി പാലൊക്കെ കിടക്കുന്നുണ്ട്. ആരും തുറക്കത്തുമില്ല, വരത്തുമില്ല. അതേസമയം സംഭവത്തിന് പിന്നാലെ ഹോം നേഴ്സിനെ കാണാതായി എന്നത് മോഷണത്തിൽ ഇവർക്ക് പങ്കുണ്ടോ എന്ന സംശയത്തിൽ എത്തി നിൽക്കുന്നു. പ്രസീതയുടെ ബാലരാമപുരത്തെ വീട് കേന്ദ്രീകരിച്ചും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മോഷ്ടാക്കളിൽ 4 പേരും പുരുഷന്മാരായിരുന്നുവെന്നാണ് കൃഷ്ണമ്മ പോലീസിനോട് ആവർത്തിക്കുന്നത്. എന്നാൽ ഇതും പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. വാതിൽ തകർത്തല്ല മോഷ്ടാക്കൾ അകത്ത് കയറിയതെന്നത് വീടിനുള്ളിലെ ആരുടെയോ സഹായം മോഷ്ടാക്കൾക്ക് ലഭിച്ചിട്ടുണ്ടോ എന്ന സംശയത്തിലേക്കാണ് അന്വേഷണ സംഘത്തെ എത്തിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാൾ രാമങ്കരി പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. സ്വർണം കൂടാതെ 36,000 രൂപയും വീട്ടിൽ നിന്ന് കളവ് പോയിട്ടുണ്ട്. 2 മക്കളുണ്ടെങ്കിലും കൃഷ്ണമ്മ ഒറ്റയ്ക്കാണ് മാമ്പുഴക്കരിയിലെ വീട്ടിൽ താമസിക്കുന്നത്. മോഷണത്തിനിടയിൽ ഇവർക്ക് മർദ്ദനമേൽക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് 18 ആലപ്പുഴ. റാഗിംഗ് എന്ന ക്രൂരതയെക്കുറിച്ച് കേട്ടാൽ മാതാപിതാക്കൾക്കും കുട്ടികൾക്കും ഇപ്പോൾ പേടിയാണ്. റാഗിങ്ങിൻ്റെ ഇരകളായി എല്ലാം തകർന്നു പോയ കുഞ്ഞുങ്ങൾ, സ്വപ്നവും പ്രതീക്ഷയും നശിച്ചവർ, ഇനിയും സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങാത്തവർ, ഇങ്ങനെ ഒട്ടേറെ ഇരകൾ നമുക്ക് ചുറ്റുമുണ്ട്. കോട്ടയത്തിനും തിരുവനന്തപുരത്തിനും പിന്നാലെ കോഴിക്കോട് നിന്ന് മറ്റൊരു റാഗിംഗ് ക്രൂരതയുടെ വാർത്തയാണ് പുറത്തു വന്നത്. കോഴിക്കോട് എരഞ്ഞിപ്പാലം ഹോളി ക്രോസ് കോളേജിലെ 1-ാം വർഷ വിദ്യാർത്ഥിക്ക് നേരെയാണ് റാഗിംഗ് നടന്നത്. കൂളിംഗ് ഗ്ലാസ് ധരിച്ചെത്തിയെന്ന് പറഞ്ഞായിരുന്നു ക്രൂരമർദ്ദനം. കേസിൽ കണ്ടാലറിയാവുന്ന 6 വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് കേസെടുത്തു. അതിനിടെ തിരുവനന്തപുരം കാര്യവട്ടം ഗവൺമെൻറ് കോളേജിലെ റാഗിങ്ങിൽ പുതിയ FIR പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 14-നാണ് 1-ാം വർഷ BBA വിദ്യാർത്ഥി ഒളവണ്ണ സ്വദേശി വിഷ്ണു റാഗിങ്ങിന് ഇരയായത്. 3-ാം വർഷ വിദ്യാർത്ഥികളായ മുഹമ്മദ് സിനാൻ, ഗൗതം എന്നിവർക്കൊപ്പം മറ്റ് 4 വിദ്യാർത്ഥികൾ കൂടി ചേർന്നാണ് മർദ്ദിച്ചത്. വിദ്യാർത്ഥിയുടെ തലയ്ക്കും കാലിനും പരിക്കേറ്റിട്ടുണ്ട്. കോളേജിലെ ആർട്സ് ഡേ ആഘോഷങ്ങൾക്ക് വിഷ്ണു കൂളിംഗ് ഗ്ലാസ് ധരിച്ചെത്തിയതാണ് സീനിയർ വിദ്യാർത്ഥികളെ പ്രകോപിപ്പിച്ചത്. കൂളിംഗ് ഗ്ലാസ് അഴിച്ചു മാറ്റിയ ശേഷം വിഷ്ണുവിനെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. കോളേജിൽ ആദ്യമായാണ് റാഗിംഗ് പരാതി ഉയരുന്നതെന്നും പരാതി ലഭിച്ച ഉടൻ തന്നെ ആരോപണ വിധേയരായ വിദ്യാർത്ഥികളെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതായും കോളേജ് അധികൃതർ അറിയിച്ചു. വളരെ കൃത്യമായിട്ടും വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മളത് ഫോളോ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു സംവിധാനമാണ് നമുക്കിവിടെ ഉള്ളത്. പിന്നെ ഇപ്പം ഈ കോളേജ് ഡേ അനുബന്ധമായിട്ട് ചെറിയൊരു
അവർ കൂളിംഗ് ഗ്ലാസ്, ഒരു കുട്ടി കൂളിംഗ് ഗ്ലാസ് വെച്ച് ജൂനിയർ, അതിന്റെ പേരിലാണ് ചെറിയൊരു അവർ തമ്മിലൊരു വാക്ക് തർക്കവും ഒരു ഒക്കെ ഉണ്ടായത്. അപ്പോൾ അറിഞ്ഞ ഉടനെ തന്നെ നമ്മൾ അതിന് വേണ്ട നടപടികൾ എടുക്കുകയും ആ കുട്ടികളെ പുറത്താക്കുകയും ചെയ്തു, ക്യാമ്പസിന് പുറത്താക്കി. പിന്നെ വീണ്ടും ചെറിയ പ്രശ്നം ഉണ്ടാവുമെന്ന് തോന്നിയപ്പോൾ തന്നെ നമ്മൾ പോലീസിൽ വിളിച്ചറിയിക്കുകയും പോലീസ് ഇമ്മീഡിയറ്റ്ലി ക്യാമ്പസിൽ വരികയും ചെയ്തു. അതിനുശേഷം നമ്മളിപ്പോൾ ഒരു 4-5 മീറ്റിംഗ് കൂടിയിട്ടുണ്ട്. കുട്ടികൾ മാറി നിൽക്കാൻ പറഞ്ഞു. ഇതുമായിട്ട് ഡയറക്റ്റ്ലി ബന്ധമുള്ള കുട്ടികൾ തൽക്കാലത്തേക്ക് നമ്മൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ റിപ്പോർട്ട്, ആന്റി റാഗിംഗ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് നമ്മൾ പിന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറിയിട്ടുണ്ട് അവരാവശ്യപ്പെട്ട പ്രകാരം. വിദ്യാർത്ഥിയുടെ പരാതിയെ തുടർന്ന് നടക്കാവ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. അതിനിടെ തിരുവനന്തപുരം കാര്യവട്ടം ഗവൺമെന്റ് കോളേജിലെ റാഗിങ്ങിൽ പുതിയ എഫ്ഐആർ പോലീസ് രജിസ്റ്റർ ചെയ്തു. രണ്ടാമത് മർദ്ദനമേറ്റ ബിൻസ് ജോൺസന്റെ പരാതിയിലാണ് കേസെടുത്തത്. 3ാം വർഷ വിദ്യാർത്ഥികളായ 7 പേരെ പ്രതി ചേർത്താണ് കേസ്. 7 പേരെയും നേരത്തെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു. പ്രിൻസിപ്പൽ നൽകിയ റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് പോലീസ് നടപടി. ന്യൂസ് 18 കോഴിക്കോട്. പ്രായപൂർത്തിയായ ഉടൻ പെൺമക്കളുടെ വിവാഹം നടത്തിയാൽ ഉത്തരവാദിത്തം കഴിഞ്ഞുവെന്ന് ചിന്തിക്കുന്നവരാണ് കേരളത്തിലെ പല മാതാപിതാക്കളും. അതിനുശേഷം ഭർത്തൃ വീട്ടിൽ അവർക്ക് നേരിടേണ്ടി വരുന്ന ദുരിതങ്ങളെക്കുറിച്ച് അച്ഛനമ്മമാർ ചിന്തിക്കാറേയില്ല. ഒടുവിൽ മകളുടെ ചോരയും കണ്ണീരും വീഴുമ്പോഴേക്കും എല്ലാം നഷ്ടപ്പെട്ടിരിക്കും. കണ്ണൂർ തളിപ്പറമ്പിൽ യുവതിയെ ഭർത്തൃ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയതിന് പിന്നിൽ ദുരൂഹതയുണ്ടെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. ആന്തൂർ സ്വദേശി വൈശാഖിൻ്റെ ഭാര്യ നിഖിതയാണ് ജീവനൊടുക്കിയത്. ഭർത്താവ് വിദേശത്തുള്ള നിഖിത ആത്മഹത്യ ചെയ്യാനുള്ള കാരണം എന്തായിരിക്കും? മരണത്തിൽ ഭർത്തൃ വീട്ടുകാർക്ക് പങ്കുണ്ടോ? പോലീസ് അന്വേഷിക്കണം. കാസർഗോഡ് വലിയ പറമ്പ് സ്വദേശികളായ സുനിൽ, ഗീത ദമ്പതിമാരുടെ മകൾ നിഖിതയും തളിപ്പറമ്പ് സ്വദേശി വൈശാഖും തമ്മിൽ 2024 ഏപ്രിൽ 1-നാണ് വിവാഹിതരായത്. ഭർത്താവ് വൈശാഖ് ഓട്ടോമൊബൈൽ എഞ്ചിനീയറായി വിദേശത്ത് ജോലി ചെയ്യുകയാണ്. തളിപ്പറമ്പിലെ സ്വകാര്യ നഴ്സിംഗ് കോളേജിൽ ഡയാലിസിസ് ടെക്നീഷ്യൻ കോഴ്സ് വിദ്യാർത്ഥിനിയാണ് നിഖിത. വൈശാഖിന്റെ നാണിച്ചേരിയിലെ വീട്ടിലാണ് നിഖിതയെ ജീവനൊടുക്കിയ നിലയിൽ തിങ്കളാഴ്ച വൈകിട്ട് കണ്ടെത്തിയത്. മരണത്തിൽ സംശയമുണ്ടെന്ന് കാണിച്ച് നിഖിതയുടെ ബന്ധുക്കൾ തളിപ്പറമ്പ് പോലീസിൽ നൽകിയ പരാതി പ്രകാരം പോലീസ് കേസെടുത്തു. കഴിഞ്ഞ ദിവസം പടന്നക്കടപ്പുറത്തെ വീട്ടിൽ നിന്ന് ഭർത്തൃവീട്ടിൽ തിരിച്ചെത്തിയതായിരുന്നു നിഖിത. പഠിക്കുന്ന സ്ഥാപനത്തിൽ നിന്ന് അടുത്ത ദിവസം വിനോദയാത്രയ്ക്ക് പോകുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നതായി ബന്ധുക്കൾ അറിയിച്ചു. RDOയുടെ നേതൃത്വത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. ന്യൂസ് 18 കണ്ണൂർ. സോഷ്യൽ മീഡിയകൾ സജീവമായ ഇക്കാലത്ത് പല രീതിയിലുള്ള തട്ടിപ്പും ചതിയും നടക്കുന്നുണ്ട്. ഇതിലേറ്റവും കൂടുതൽ കബളിപ്പിക്കപ്പെടുന്നത് സ്ത്രീകളും പെൺകുട്ടികളുമാണ്. ഇൻസ്റ്റഗ്രാം വഴി പ്രണയച്ചതി മുതൽ സാമ്പത്തിക തട്ടിപ്പ് വരെ നടക്കുന്നുണ്ട്. കണ്ണൂർ സ്വദേശിയായ വിവാഹമോചിതയായ യുവതിയെ ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ടയാളാണ് തട്ടിപ്പിനിരയാക്കിയത്. യുവതിയെ വിവാഹ വാഗ്ദാനം നൽകി 25 പവൻ സ്വർണം തട്ടിയെടുത്ത കേസിൽ യുവാവ് പോലീസിൻ്റെ പിടിയിലായി. വടകര സ്വദേശി നജീറിനെ തലശ്ശേരി പോലീസാണ് അറസ്റ്റ് ചെയ്തത്. ഈ മാസം 9-ാം തീയതിയാണ് യുവതി പരാതിയുമായി തലശ്ശേരി പോലീസിനെ സമീപിക്കുന്നത്. വിവാഹ വാഗ്ദാനം നൽകി യുവതിയിൽ നിന്ന് സ്വർണം തട്ടിയെടുത്തെന്നാണ് പരാതി. കുറെ നാളുകളായി ഇരുവരും ഇൻസ്റ്റഗ്രാമിൽ ചാറ്റ് ചെയ്തിരുന്നുവെങ്കിലും യഥാർത്ഥ ഐഡന്റിറ്റി നജീർ വെളിപ്പെടുത്തിയിരുന്നില്ല. ഇതിനിടെയാണ് ഒരുമിച്ച് ജീവിക്കാനായി സ്വർണവുമായി എത്താൻ നിർദ്ദേശിച്ചത്. പിന്നാലെ സ്വർണം കൈക്കലാക്കി നജീർ കടന്നുകളയുകയായിരുന്നു. കയ്യിലുള്ള പണവും സ്വർണവുമായി തലശ്ശേരിയിലേക്ക് എത്താനാണ് നജീർ യുവതിയോട് ആവശ്യപ്പെട്ടിരുന്നത്. ആദ്യ വിവാഹം നടത്തിയിരുന്ന സമയത്തുണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങളുമായാണ് യുവതി തലശ്ശേരിയിലെത്തിയത്. സ്വർണ്ണാഭരണം കയ്യിൽ കൊണ്ടുപോകുന്നത് സുരക്ഷിതമല്ലെന്നും തന്റെ സുഹൃത്ത് വരുമെന്നും നജീർ പറഞ്ഞു. സ്വർണം സുഹൃത്തിന്റെ കയ്യിൽ ഏൽപ്പിച്ചേക്കാനും നജീർ നിർദ്ദേശിച്ചു. ശേഷം താൻ അറേഞ്ച് ചെയ്ത ടാക്സിയിൽ കോഴിക്കോട്ടേക്ക് യാത്ര ചെയ്താൽ മതിയെന്നും നജീർ യുവതിയോട് പറഞ്ഞു. ഇത് യുവതി വിശ്വസിച്ചു.
നജീറിനെ ഒരിക്കൽ പോലും യുവതി നേരിട്ട് കണ്ടിരുന്നില്ല. നജീർ പറഞ്ഞതനുസരിച്ച് സ്വർണം യുവതി കൈമാറി. ഇതിനുശേഷം ആളെയും സ്വർണവും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇതുമായി പ്രതി മുങ്ങുകയായിരുന്നു. ഇയാൾക്കെതിരെ സമാനമായ ആരോപണങ്ങളുണ്ടെന്നാണ് പോലീസിൽ നിന്ന് മനസ്സിലാക്കുന്നത്. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ CCTV ദൃശ്യങ്ങൾ, ഗൂഗിൾ പേ തുടങ്ങിയ വിവരങ്ങൾ പരിശോധിച്ചാണ് പ്രതിയിലേക്ക് എത്തിയത്. നജീറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കണ്ണൂർ. ആത്മീയ വഴികൾ തേടിയാണ് പലരും ആരാധനാലയങ്ങളിലും മതപഠന കേന്ദ്രങ്ങളിലും പോകുന്നത്. എന്നാൽ അവിടെയും പൈശാചിക ചിന്തകളുമായി ഒളിഞ്ഞിരിക്കുന്നവരുണ്ട്. തിരുവനന്തപുരം കല്ലമ്പലത്തെ അറബിക് കോളേജിൽ നടന്ന അങ്ങേയറ്റം നിന്ദ്യവും ക്രൂരവുമായ ഒരു സംഭവത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. കോളേജിലെ ഹോസ്റ്റലിൽ താമസിച്ചിരുന്ന വിദ്യാർത്ഥികൾ 13-കാരനെ പ്രകൃതിവിരുദ്ധ പീഡനത്തിന് ഇരയാക്കി. കേസിൽ കോളേജ് വൈസ് പ്രിൻസിപ്പൽ അടക്കം 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രായപൂർത്തിയാകാത്തവരുൾപ്പെടെ 7 പേരാണ് കേസിലെ പ്രതികൾ. സംഭവം ഒതുക്കാൻ ശ്രമിച്ചതിനും കുട്ടിയെ മർദ്ദിച്ചതിനുമാണ് വൈസ് പ്രിൻസിപ്പാൾ മുഹമ്മദ് റഫീഖിനെ അറസ്റ്റ് ചെയ്തത്. കല്ലമ്പലം കടുവാപ്പള്ളി അറബിക് കോളേജിന്റെ ഭാഗമായ ഹോസ്റ്റലിൽ താമസിച്ച് പഠിക്കുന്ന 13 വയസ്സുള്ള ആൺകുട്ടിയെയാണ് സീനിയർ കുട്ടികൾ നിരന്തരമായി പ്രകൃതിവിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയത്. തുടർന്ന് കുട്ടി വൈസ് പ്രിൻസിപ്പലായ മുഹമ്മദ് റഫീഖിനോട് സംഭവത്തെക്കുറിച്ച് പരാതിപ്പെട്ടു. പരാതി കേട്ട മുഹമ്മദ് റഫീഖ് ക്ഷുഭിതനായി കുട്ടിയെ മർദ്ദിക്കുകയായിരുന്നു. തുടർന്ന് കുട്ടി രക്ഷിതാക്കളെ വിവരം അറിയിച്ചതിനെ തുടർന്ന് കല്ലമ്പലം പോലീസിൽ പരാതി നൽകി. കേസിൽ അന്വേഷണം നടത്തിയ കല്ലമ്പലം പോലീസ് കിളിമാനൂർ സ്വദേശി മുഹമ്മദ് മുഹസിൻ, മണമ്പൂർ സ്വദേശി മുഹമ്മദ് ഷമീർ, കോളേജ് വൈസ് പ്രിൻസിപ്പൽ മുഹമ്മദ് റഫീഖ് എന്നിവരെ അറസ്റ്റ് ചെയ്തു. പോക്സോ നിയമപ്രകാരം അറസ്റ്റ് ചെയ്ത പ്രതികളെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. 13-കാരനെ ക്രൂരമായി പ്രകൃതിവിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയ കേസിൽ സീനിയർ വിദ്യാർത്ഥികളായ 4 പ്രായപൂർത്തിയാകാത്ത കുട്ടികളും പ്രതികളാണ്. ഇവരുടെ രക്ഷിതാക്കളെ പോലീസ് നോട്ടീസ് നൽകി വിളിപ്പിച്ചിട്ടുണ്ട്. ഇവർക്കെതിരെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം കേസെടുക്കുമെന്ന് കല്ലമ്പലം പോലീസ് അറിയിച്ചു. തിരുവനന്തപുരം. പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും ഈ നാട്ടിൽ സുരക്ഷിതരായി ജീവിക്കണം. പകലും രാത്രിയും ഭയം കൂടാതെ സഞ്ചരിക്കാൻ കഴിയണം. അതിനുള്ള സാഹചര്യം ഒരുക്കേണ്ടത് നമ്മുടെ നീതിപീഠവും പോലീസുമാണ്. സ്ത്രീകളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നവർക്കുള്ള താക്കീതാണ് കണ്ണൂരിലെയും മലപ്പുറത്തെയും 2 കോടതികളിൽ നിന്നും പുറത്തു വന്ന ശിക്ഷാവിധികൾ. കണ്ണൂരിൽ യുവതിയെ ബലാത്സംഗം ചെയ്ത കേസിൽ മുൻ വില്ലേജ് ഓഫീസർക്ക് തടവും പിഴയുമാണ് ശിക്ഷ. പെരിന്തൽമണ്ണയിൽ 16 വയസ്സുകാരിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ കേസിൽ പ്രതിക്ക് കോടതി 6 വർഷം കഠിന തടവ് ശിക്ഷ വിധിച്ചു. കണ്ണൂരിലാണ് ബലാത്സംഗ കേസിൽ മുൻ വില്ലേജ് ഓഫീസർ ശിക്ഷിക്കപ്പെട്ടത്. പൂഴാതി മുൻ വില്ലേജ് ഓഫീസർ രഞ്ജിത്ത് ലക്ഷ്മണനാണ് ബലാത്സംഗ കേസിൽ അഴിയണേണ്ടത്. 10 വർഷം തടവും 20,000 രൂപ പിഴയുമാണ് ശിക്ഷ. 2021 കേസിനാസ്പദമായ സംഭവം. പുസ്തകം വിൽക്കാനായി വീട്ടിലെത്തിയ യുവതിയെ കടന്നുപിടിച്ച് ബലാത്സംഗം ചെയ്തുവെന്നാണ് കേസ്. കണ്ണൂർ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജ് MD ജലജ റാണിയാണ് ശിക്ഷ വിധിച്ചത്. മലപ്പുറത്ത് 16 വയസ്സുകാരിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ കേസിൽ പെരിന്തൽമണ്ണ വായുള്ളി വീട്ടിൽ അനൂപാണ് ശിക്ഷിക്കപ്പെട്ടത്. പ്രതിക്ക് 6 വർഷം കഠിന തടവും 10,000 രൂപ പിഴയടയ്ക്കാനും ശിക്ഷിച്ചു. കഴിഞ്ഞ വർഷം ജനുവരിയിലാണ് കേസിനാസ്പദമായ സംഭവം. പെരിന്തൽമണ്ണ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജി S സൂരജാണ് ശിക്ഷ വിധിച്ചത്. പിഴയടച്ചില്ലെങ്കിൽ 6 മാസം അധിക തടവ് അനുഭവിക്കണം. 2 വകുപ്പുകളിലായി 3 വർഷം കഠിന തടവും 5,000 രൂപ പിഴയും, പോക്സോ വകുപ്പ് പ്രകാരം 3 വർഷം കഠിന തടവും 5,000 രൂപ പിഴയുമാണ് ശിക്ഷ. ശിക്ഷ ഒരുമിച്ച് അനുഭവിച്ചാൽ മതി. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. കേരളത്തിലെ പല ബാറുകളിലും നല്ല തണ്ടും തടിയുമുള്ള ബൗൺസേഴ്സിനെ കാണാൻ കഴിയും. മദ്യപിക്കാനെത്തുന്നവർ ബാറിൽ പ്രശ്നമുണ്ടാക്കിയാൽ അവരെ കൈകാര്യം ചെയ്യാനാണ് ഇത്തരം ക്രിമിനലുകളെ ജീവനക്കാരായി വെക്കുന്നത്. കോട്ടയം വെമ്പള്ളിയിലെ ഒരു ബാറിൽ മദ്യപിക്കാനെത്തിയ ആളോട് ക്രൂരത കാട്ടിയത് ബാർ ജീവനക്കാരാണ്. മദ്യത്തിൻ്റെ അളവ് ചോദ്യം ചെയ്തതിനെ തുടർന്നായിരുന്നു ആക്രമണം. ബാറിലെത്തിയ ആളെ തുടർച്ചയായി കുപ്പിക്കൊണ്ടെറിയുകയും മർദ്ദിക്കുകയും ചെയ്തു. കേസിൽ ബാർ ജീവനക്കാരൻ കുമരകം സ്വദേശി ബിജുവിനെ അറസ്റ്റ് ചെയ്ത പോലീസ് അയാൾക്കെതിരെ വധശ്രമത്തിനാണ് കേസെടുത്തത്.
വെമ്പള്ളിയിലെ ബാറിൽ ഉദ്ഘാടന ദിവസമാണ് ക്രൂരമായ ആക്രമണം അരങ്ങേറിയത്. മധ്യവയസ്കനെയും സുഹൃത്തിനെയുമാണ് ജീവനക്കാരൻ ആക്രമിച്ചത്. മദ്യത്തിന്റെ അളവ് ചോദ്യം ചെയ്തതിനെ തുടർന്ന് ആദ്യം മർദ്ദിക്കുകയും തുടർന്ന് കൗണ്ടറിലിരുന്ന കുപ്പി ഗ്ലാസുകൾ ഉപയോഗിച്ച് തുടർച്ചയായി എറിഞ്ഞ് പരിക്കേൽപ്പിക്കുകയുമായിരുന്നു. സ്വദേശിയായ ബാർ ജീവനക്കാരൻ ബിജു സി രാജുവിനെ കുറവിലങ്ങാട് പോലീസ് അറസ്റ്റ് ചെയ്തു. കൊലപാതക ശ്രമത്തിനാണ് പോലീസ് കേസെടുത്തത്. തൃപ്പൂണിത്തുറ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഏകചക്ര ഗ്രൂപ്പിന്റെ വെമ്പള്ളിയിലെ ബാറിലാണ് സംഭവം. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കോട്ടയം. ബാറുകളിലും കള്ള് ഷാപ്പുകളിലും വഴക്കും സംഘർഷവും പതിവ് കാഴ്ചയാണ്. മദ്യശാലയാണെങ്കിലും മര്യാദ കാട്ടിയില്ലെങ്കിൽ പോലീസിന്റെ പിടിവീഴുമെന്ന് ഓർത്തോണം. കൊല്ലം കൊട്ടാരക്കരയിൽ കള്ള് ഷാപ്പിൽ ബിയറുമായി എത്തിയതാണ് പ്രശ്നങ്ങൾക്ക് കാരണം. ഷാപ്പിലെത്തിയ യുവാക്കളടങ്ങുന്ന സംഘം അവിടെ വെച്ച് ബിയർ കുടിക്കണമെന്ന് വാശി പിടിച്ചു. പിന്നാലെ ഷാപ്പ് ജീവനക്കാരുമായി വാക്കേറ്റവും സംഘർഷവും. ഒടുവിൽ കേസായതോടെ 4 യുവാക്കളെയും പൂയപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു സംഭവം. മിയണ്ണൂരിൽ പ്രവർത്തിക്കുന്ന KTDC ബിയർ പാർലറിലെത്തിയ 4 പേർ ബിയർ വാങ്ങിക്കുടിച്ചതിനു ശേഷം കുറച്ചു ബിയർ ബോട്ടിലുകൾ പാഴ്സലും വാങ്ങി. സുഹൃത്തുക്കളിൽ ആരോ ഒരാൾ പറഞ്ഞതനുസരിച്ച് സമീപത്ത് പ്രവർത്തിക്കുന്ന കള്ള് ഷാപ്പിൽ ഇവർ എത്തി. ബിയർ ബോട്ടിൽ പൊട്ടിച്ചു കുടിക്കാൻ ശ്രമിച്ചതോടെ ഷാപ്പിലെ ജീവനക്കാരൻ ജയകുമാർ തടഞ്ഞു. തുടർന്ന് യുവാക്കളുമായി വാക്കുതർക്കവും കയ്യാങ്കളിയിലും എത്തി. ബിയർ ബോട്ടിലുകൾ ഡെസ്കിൽ അടിച്ചു പൊട്ടിച്ച് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ജയകുമാറിനെ മൃഗീയമായി തല്ലിച്ചതയ്ക്കുകയും ചെയ്തു. തല പിടിച്ച് ഭിത്തിയിലടിക്കുകയും അസഭ്യം പറയുകയും ചെയ്തതായി ജയകുമാർ പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നു. തുടർന്ന് കാറിൽ കയറി രക്ഷപ്പെട്ട പ്രതികളെ പോലീസ് പിടികൂടുകയായിരുന്നു. ആദിച്ചനല്ലൂർ സ്വദേശി 32-കാരൻ നെബു, കൈതക്കുഴി സ്വദേശി 36 വയസ്സുള്ള പ്രദോഷ്, ചാത്തന്നൂർ സ്വദേശി 32-കാരൻ പ്രശാന്ത്, കുമ്മല്ലൂർ സ്വദേശി 30-കാരൻ ഷിബിൻ എന്നിവരെയാണ് പൂയപ്പള്ളി പോലീസ് പിടികൂടിയത്. ഇതിൽ നെബുവും പ്രദോഷും നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളാണെന്ന് പോലീസ് പറയുന്നു. സംഭവത്തിൽ പ്രതികളുടെ കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. CI ബിജുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ 4 പേരെയും റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കൊട്ടാരക്കര. കൊലപാതകവും ആക്രമണവും നടത്തി വിദേശത്തേക്ക് മുങ്ങാമെന്ന് കരുതുന്നവരുണ്ട്. എന്നാൽ ഏത് രാജ്യത്ത് പോയി ഒളിച്ചാലും കേരള പോലീസിന് പ്രതികളെ പിടിക്കാനറിയാം. പാലക്കാട് ഷൊർണൂരിൽ വടിവാൾ വീശി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് ആക്രമണം അഴിച്ചുവിട്ട കേസിൽ ഒരു പ്രതി ഗൾഫിലേക്ക് കടന്നിരുന്നു. കേസിലെ 3 പേരെ പിടികൂടിയതിന് പിന്നാലെ ഷൊർണൂർ പോലീസ് കൂട്ടുപ്രതിക്കായി ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി. ഒടുവിൽ വിദേശത്തു നിന്നും നാട്ടിലെത്തിച്ച് പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തു. വാടാനംകുറിശി സ്വദേശി മുഹമ്മദ് അഷ്റഫിനെ വിമാനത്താവളത്തിൽ നിന്നാണ് പിടികൂടിയത്. 2024 ജൂൺ 24-നാണ് പട്ടാമ്പി കുളപ്പുള്ളി റോഡിൽ പണി നടക്കുന്ന സമയത്ത് വടനംകുറിശി സ്കൂളിന് സമീപം വച്ച് റോഡ് പണിയുടെ ഭാഗമായി ഗതാഗത നിയന്ത്രണത്തിൽ ഏർപ്പെട്ടിരുന്ന തൊഴിലാളികളെ വടിവാൾ വീശി ആക്രമിച്ചത്. ഈ കേസിൽ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട 4 പേരിൽ 3 പേരെ ഷൊർണൂർ പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നുവെങ്കിലും 4ാം പ്രതിയായ അഷ്റഫ് വിദേശത്തേക്ക് ഒളിവിൽ പോവുകയായിരുന്നു. ഉടൻ തന്നെ പ്രതിക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് പോലീസ് പുറപ്പെടുവിച്ചു. തിങ്കളാഴ്ച പ്രതി വിദേശത്തു നിന്നും തിരിച്ചെത്തിയ സമയം കരിപ്പൂർ എയർപോർട്ടിൽ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. ഷൊർണൂർ ഇൻസ്പെക്ടർ വി രവികുമാർ, ഇൻസ്പെക്ടർ ഡേവിസ് എന്നിവർ നടപടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് 18 പാലക്കാട്. കൊല്ലം ജില്ലയിലെ അഞ്ചലിലും പരിസര പ്രദേശങ്ങളിലും കള്ളന്മാർ വിലസുകയാണ്. വീടുകൾ കേന്ദ്രീകരിച്ച് മോഷണം പതിവാകുന്ന കാഴ്ച. പോലീസിന്റെ മൂക്കിൻ തുമ്പത്ത് പോലും കവർച്ചാ സംഘം അഴിഞ്ഞാടുന്നു. അഞ്ചൽ പോലീസ് സ്റ്റേഷന് സമീപത്താണ്
വീട് കുത്തിത്തുറന്ന് മോഷണം നടന്നത്. അവിടെ നിന്ന് പണവും വീട്ടുപകരണങ്ങളും മോട്ടറും ഉൾപ്പെടെ മോഷ്ടിച്ചു. വീട്ടുടമ സ്ഥലത്തില്ലാത്ത സമയത്തായിരുന്നു കവർച്ച. അഞ്ചൽ പോലീസ് സ്റ്റേഷന് സമീപം താമസിക്കുന്ന സുമതിയുടെ വീട്ടിലാണ് മോഷണം നടന്നത്. കഴിഞ്ഞ 20 ദിവസത്തിന് മുമ്പ് വീട് പൂട്ടിയിട്ട് വീട്ടുജോലിക്ക് പോയ സുമതി കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് വീട്ടിൽ വന്നത്. വീടിന്റെ മുൻവശത്തെ കതക് തുറന്നു കിടക്കുന്നത് കണ്ടതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മോഷണ വിവരം അറിയുന്നത്. വീടിന്റെ മുൻവശത്തെ കതക് പൊളിച്ചകത്ത് കയറിയ മോഷ്ടാവ് വീട്ടിലുണ്ടായിരുന്ന പാത്രങ്ങളും മറ്റു സാധനങ്ങളും കിണറ്റിലെ മോട്ടോറും മോഷ്ടിച്ചു കടത്തി. മോട്ടർ എടുത്തോണ്ട് പോയി, വീട്ടിൽ കിടന്ന അലുമിനിയം പാത്രങ്ങൾ മൊത്തം പോയി. എൻ്റെ ഒരു പെട്ടിയിലിരുന്ന തുണി പെട്ടിയോടെടുത്തോണ്ട് പോയി കട്ടിൽ പിടിച്ച് അകത്ത് കിടന്ന വെളിയിൽ പിടിച്ചിട്ടേക്കുന്നു. കട്ടിൽ വെളിയിൽ പിടിച്ചിട്ടേക്കുന്നു. പാത്രങ്ങളെല്ലാം കൊണ്ടുപോയി ഈ കതവ് അടിച്ച് പൊളിച്ച് 2 മുറിയുടെ കതവ് അടിച്ച് പൊളിച്ച് കമ്പി ഭാരം ഉണ്ടാകും കുത്തി തുറന്നെടുത്തേക്കുന്നു. കുന്താലി, ഇത് പിച്ചാത്തി, കൊടുവാൾ ഇതെല്ലാം പറക്കി കൊണ്ടുപോയി. ഇത്രയും കൊണ്ടുപോയിട്ടുണ്ട്. ഞാനിവിടെ ഇല്ലായിരുന്നു. ഞാൻ വന്ന് തുറന്ന് തൂച്ചു ആരാ വന്നാൽ എപ്പോഴാ ഇതെല്ലാം ഞാൻ കാണുന്നത്. സംഭവത്തിൽ സുമതി അഞ്ചൽ പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച് മോഷ്ടാവിനെ കണ്ടെത്താനുള്ള ശ്രമം അഞ്ചൽ പോലീസ് ആരംഭിച്ചു. കഴിഞ്ഞ 2 മാസത്തിനിടയിൽ അഞ്ചൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ചെറുതും വലുതുമായ നിരവധി മോഷണങ്ങളാണ് നടന്നത്. 1-2 കേസുകളിൽ മാത്രമാണ് പ്രതികളെ പിടികൂടാനായത്. അന്വേഷണം പുരോഗമിക്കുന്നുണ്ടെന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം. ന്യൂസ് 18 പുനലൂർ. പോലീസ് പട്രോൾ ഇനി പോകുന്നത് പാലക്കാട് ഷൊർണൂരിലേക്കാണ്. ഷൊർണൂരിൽ മുക്കുപണ്ടം പണയം വെച്ച് തട്ടിപ്പ് നടത്തിയ കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. ഷൊർണൂർ അർബൻ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊസൈറ്റിയിൽ വ്യാജ സ്വർണം പണയം വെക്കാൻ ശ്രമിച്ച കേസിലാണ് പ്രതി പിടിയിലായത്. നേരത്തെ അറസ്റ്റിലായ പ്രതികൾക്ക് മുക്കുപണ്ടം എത്തിച്ചു നൽകിയിരുന്ന പെരുമ്പാവൂർ സ്വദേശി ഫരീദ് കുഞ്ഞിനെയാണ് ഷൊർണൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. നേരത്തെ ഈ കേസിൽ പാലക്കാട് സ്വദേശികളായ അഫ്സൽ, സിയാദ്, സിക്കന്ദർ, ചളവറ സ്വദേശി മുഹമ്മദ് അലി എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇവരിൽ നിന്നും ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഫരീദിലേക്ക് എത്തിയത്. ഇയാൾ മുൻപും ഇത്തരത്തിൽ നിരവധി ആളുകൾക്ക് മുക്കുപണ്ടം എത്തിച്ചു നൽകിയതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അറസ്റ്റിലായ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഷൊർണൂർ ഇൻസ്പെക്ടർ വി രവികുമാറിന്റെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർ സേതുമാധവൻ, ASI കമലം, K അനിൽകുമാർ, സിവിൽ പോലീസ് ഓഫീസർ T റിയാസ്, ഷനിൽകുമാർ എന്നിവരാണ് കേസ് അന്വേഷിച്ചത്. ന്യൂസ് 18 പാലക്കാട്. ഭർത്താവും 2 കുട്ടികളുടെ അമ്മയുമായ യുവതി. എന്നാൽ അവൾക്ക് കാമുകനൊപ്പം ജീവിക്കണമെന്നായിരുന്നു ആഗ്രഹം. എറണാകുളം ചെങ്ങമ്മനാട് സ്വദേശിനിയായ നീതു കാലടിയിൽ താമസിക്കുന്ന യുവാവുമായി ഇൻസ്റ്റഗ്രാമിലൂടെയാണ് പരിചയപ്പെട്ടത്. ആ പരിചയം വഴിവിട്ട സൗഹൃദമായി വളർന്നു. പിന്നെ കാമുകനൊപ്പം ജീവിക്കണമെന്ന് അയാളോട് പലതവണ ആവശ്യപ്പെട്ടു. എന്നാൽ അവിവാഹിതനായ കാമുകന് ഈ ബന്ധം വെറുമൊരു കൗതുകം മാത്രമായിരുന്നു. വിവാഹ അഭ്യർത്ഥന തള്ളിയതോടെ നീതു യുവാവിൻ്റെ വീട്ടിലെത്തി പെട്രോൾ ഒഴിച്ച് സ്വയം തീ കൊളുത്തി. ഇക്കഴിഞ്ഞ 13-ാം തീയതി ആത്മഹത്യക്ക് ശ്രമിച്ച യുവതി കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നു. ചെറിയ സന്തോഷത്തിനും സുഖത്തിനും വേണ്ടി ഭർത്താവിനെയും മക്കളെയും ഉപേക്ഷിച്ച് പോകുന്നവരുടെ ജീവിതത്തിൻ്റെ ഒടുക്കം പലപ്പോഴും ഇതുപോലുള്ള ദുരന്തമായിരിക്കുമെന്ന് ഓർത്തോളൂ. ഇതോടെ ഇന്നത്തെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.